സ്ഥിരം മെത്തേഡിൽ നിന്നും മാറി അല്പം വെറൈറ്റിയും ഹെൽത്തിയുമായിട്ട് നമുക്ക് കട്ട്ലറ്റിനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയുമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞതും എരിവിനാവശ്യമുള്ളത്ര പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും കുറച്ച് കോളിഫ്ലവർ പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കനാണ്. അത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. ഇനി ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റണം. അല്പം കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവിളയിൽ വെച്ച് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ആക്കിയെടുക്കാം. ബീഫ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചിക്കന് പകരം ബീഫും ചേർക്കാവുന്നതാണ്. ഇതിനെ ഓരോന്നിനെയും എടുത്ത് മുട്ട അടിച്ചതിലോ മൈദ ബാറ്ററിലോ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. നന്നായി പൊതിഞ്ഞ് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. കൈവച്ച് നന്നായി ഉരുട്ടി കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട്ലറ്റ് നല്ല ടൈറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങ് അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നല്ല ചൂടായ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ആണ്. ഓരോന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. താങ്ക് യു. ബൈ ബൈ.